എല്ലാരും എല്ലാം അറിഞ്ഞു അല്ലേ? എന്റെ പൊന്നു മോള്. അമ്മേ വേണ്ട, എനിക്ക് ഈ കരച്ചിലും പിഴിച്ചിലും സഹതാപം ഒന്നും കാണണ്ട. കാണാനുള്ള ശക്തി എനിക്കില്ല. കുക്കു മോളെ, നീ അച്ഛാ പ്ലീസ്, എന്നെ നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ വേദനിപ്പിക്കരുത്. അപ്പൊ നീ ഞങ്ങളെയൊക്കെ വേദനിപ്പിക്കുന്നത് വേദനയല്ലേ കുക്കു? നീ എന്തിനാ ഇത്രയും വലിയ കാര്യം ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത്? എനിക്ക് ആരോടും ഇതൊന്നും പറയാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അതിന്റെ കാരണം കുക്കു ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇത്രയും വലിയൊരു കാര്യം ഉണ്ടായിട്ട് നീ ഞങ്ങളോട് ആരോടും പറയാതെ കൊണ്ട് നടന്നതിന്റെ കാരണം ഞങ്ങൾക്ക് അറിയണം. കാരണല്ലേ എന്നെ കാരണം അറിയണല്ലേ? മുൻപിൽ നിൽക്കുമല്ലേ? ചോദിക്കുന്നവരോട്. ഇവർക്കെല്ലാം എല്ലാം അറിയാം. ഒന്നും അറിയാത്തത് എനിക്ക് മാത്രം. നീ എന്താ മോളെ ഈ പറയുന്നത്? സത്യേട്ടാ, എനിക്കിങ്ങനെ ഒരു അവസ്ഥ വന്നെങ്കിൽ, ഞാനിപ്പോ ഈ വേദന സഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊക്കെ എന്നെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ, അതിന് കാരണം ഉണ്ടാക്കി വെച്ചത് ഇവരൊക്കെ തന്നെയാ. ഞങ്ങളോ മോളെ? അതെ, നിങ്ങളൊക്കെ തന്നെയാ. എനിക്ക് നിങ്ങളൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളൊക്കെ തന്നെയാ. നിങ്ങൾ ഓരോരുത്തരും. മോളെ കുക്കു, നീ എന്തൊക്കെ ഈ പറയുന്നത്? ചേച്ചിക്ക് എല്ലാം അറിയാറുന്നില്ലേ? ഒരു വട്ടം എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? മോളെ ഞങ്ങള് വേണ്ടമ്മേ, എനിക്കിനി നിങ്ങളുടെ ആരുടെ ന്യായീകരണങ്ങൾ ഒന്നും കേൾക്കണ്ട. എനിക്കിനി ഒന്നും അറിയുകയും വേണ്ട. സൂരജേട്ടൻ പറഞ്ഞത് അമിതമായ ഡ്രഗ്സിന്റെ ആന്റിബയോട്ടിക്സിന്റെ ഉപയോഗം കൊണ്ടാ എനിക്കിങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്ന. എന്റെ അറിവിൽ ഇന്നേ വരെ ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടില്ല. ഇത്രയേറെ മരുന്നുകള് എന്റെ ശരീരത്തിൽ കയറി പിടിക്കാൻ എനിക്കൊരു അസുഖം ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെ? അതാ എനിക്ക് മനസ്സിലാകാത്തത്. ഞാൻ അറിയാത്ത, എന്നോട് പറയാത്ത എന്തോ ഒന്ന് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരുന്ന തലവേദന അത് ചെറിയൊരു വേദന അല്ലെന്നും എന്റെ പഴയ കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലാണെന്നും എനിക്ക് തോന്നുന്നുണ്ട്. വേദന തിന്ന് എനിക്ക് മതിയായി. എനിക്കിനി വയ്യ. കുക്കു മോളെ, എന്റെ പൊന്നു മോളെ. വേണ്ട, എനിക്ക് ആരുടെയും സഹതാപം കാണണ്ട. കണ്ണീര് കാണാനും വയ്യ. എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്നേ ഉള്ളൂ ഇപ്പൊ എനിക്ക് വേണ്ടി ആരും കരയണ്ട, പ്രാർത്ഥിക്കണ്ട. എന്റെ വഴിക്ക് വിട്ടാ മതി. കുക്കുമോളെ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? നിന്നെ അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ മോളെ? അച്ഛാ, എനിക്കിനി വയ്യ. സഹിക്കാവുന്നതിനും അപ്പുറം കല്യാണത്തിന് മുമ്പ് ഞാൻ അനുഭവിച്ചു, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. കൂടെ പഠിച്ച പഴയ കൂട്ടുകാരെല്ലാം കാണുമ്പോ ഒളിച്ചു പാത്ത് നടക്കേണ്ട അവസ്ഥ എനിക്ക്. അവരൊക്കെ വന്ന് അന്ന് നമ്മൾ അവിടെ വെച്ച് കണ്ടതല്ലേ, പോയതല്ലേ എന്നൊക്കെ എന്നോട് ചോദിക്കുമ്പോ ഞാൻ വിങ്ങിപ്പോവാ. ചിലതൊക്കെ ഓർത്തെടുക്കാൻ പോലും പറ്റാതെ ഞാൻ നിന്ന് ഉരുകുക അവരുടെയൊക്കെ മുന്നില്. അറിയോ നിങ്ങൾക്ക്? കുക്കുമോളെ വേണ്ട ചേച്ചി, എനിക്കൊന്നും കേൾക്കേ വേണ്ട, ഇനി അറിയേ വേണ്ട. ഇതോടുകൂടി എല്ലാം തീരുമല്ലോ. ഏറിപ്പോയ ഒരു 6 മാസം കൂടി, അതോടെ ഞാൻ എന്ന ശല്യം തീരും. കുക്കു, നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? എന്താ പറയുന്നത്? വല്ല ബോധമുണ്ടോ നിനക്ക്? എനിക്ക് നല്ല ബോധം ഉണ്ടേട്ടാ. അതുകൊണ്ടാ ഒരു വട്ടമെങ്കിലും വിധിക്ക് മുന്നിൽ ജയിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത്. ഇതാണോ നിന്റെ ജയം? മറ്റുള്ളവരെ വേദനിപ്പിച്ച് സ്വയം നീറി ഇങ്ങനെ അങ്ങ് തീരുന്നതാണോ നിന്റെ ജയം? കുക്കുമോളെ, മോളുടെ അവസ്ഥ ഈ അമ്മയ്ക്ക് മനസ്സിലാവും. ഇപ്പോഴും സമയമൊന്നും തീർന്നു പോയിട്ടില്ല. ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ ഒരു ഡോണറിനെ കണ്ടെത്താൻ നമുക്ക്. ഒരു ഓപ്പറേഷൻ കൊണ്ട് എന്റെ മോക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് വന്നിട്ട് എന്തിനാമ്മേ? എന്നെ കുറിച്ച് എനിക്ക് പോലും അറിയാത്തൊരു പാസ്റ്റിന്റെ പേരിൽ വീണ്ടും ഇങ്ങനെ നീറിപ്പോകയാണോ? അതോ ഒരിക്കലും എന്നെ സ്നേഹിക്കാതെ, ഇനി ഒരിക്കലും സ്നേഹിക്കാൻ സാധ്യതയില്ലാത്ത നരഞ്ജനേട്ടന്റെ കൂടെ ഉരുകി ജീവിക്കാനോ? നരഞ്ജനേട്ടന്റെ മനസ്സിന്റെ ഒരു കോണില് പോലും കുക്കുമില്ല. വെറുപ്പാ മനുഷ്യൻ എന്നോട്. പിന്നെ അച്ഛനും അമ്മ എന്നോട് മറച്ചു വെച്ചില്ലേ ഒരു സത്യം? ഞങ്ങളോ? ആ ചേച്ചി ആരാന്ന് ചോദിച്ചതല്ലേ ഞാൻ അമ്മയോട്, എന്നിട്ട് പറഞ്ഞോ? മോളെ, അത് പിന്നെ ശരി, സമ്മതിച്ചു കുക്കു. അവന് നിന്നോട് വെറുപ്പാ. പക്ഷെ അവൻ ലീഗലി നിന്റെ ഭർത്താവാ ഇപ്പോഴും. അതുകൊണ്ട് നിന്റെ കണ്ടീഷൻ ഞങ്ങൾക്ക് അവനെ അറിയിച്ചേ പറ്റൂ. ഞാൻ ഇപ്പൊ തന്നെ അവനെ വിളിക്കാൻ പോവാം. ഏട്ടാ വേണ്ട. കുക്കു, ഫോണിങ്ങിതാ. ഏട്ടാ, ഇവിടെ നടക്കുന്ന എന്തിനേലും കുറിച്ച് നരഞ്ജനേട്ടൻ അറിഞ്ഞോ? 6 മാസം ഒന്നും കുക്കു കാത്തു നിൽക്കില്ല. തീർക്കും ഞാൻ ഈ ജീവിതം എന്നേക്കുമായി. സ്മൃതി, വേണ്ട. അവള് കുറച്ചു നേരം തനിച്ചിരിക്കട്ടെ. ശല്യം ചെയ്യാൻ പോകണ്ട. ജയ, എന്താണ് ഇതൊക്കെ? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? എനിക്കറിയില്ലടാ. എന്റെ മോള് നിമ്മി, എന്തൊക്കെയാ ഇത്? കുക്കു ഇപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയതൊക്കെ എന്താ? സീമ, ഞങ്ങള് അച്ഛാ, അമ്മ, നിങ്ങൾ രണ്ടും കൂടി ഇവിടെ കരഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് ഇവിടെ ആർക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഓരോ ദിവസം കഴിയുന്നോറും കുക്കുവിന്റെ ജീവൻ അപകടത്തിലായിക്കൊണ്ടിരിക്കുക. അതെ, നിരൂപ് പറഞ്ഞത് ശരിയാ. കുക്കു ഓരോ ദിവസം കഴിയുന്നോറും കൂടുതൽ അപകടത്തിലേക്ക് പോകുന്നത്. അതിനു മുമ്പ് എന്തെങ്കിലും നമുക്ക് ചെയ്യണം ചെയ്യാം.
എന്റെ മോള് പറഞ്ഞത് ശരിയാ. എല്ലാത്തിനും കാരണം ഞങ്ങള് തന്നെ. എല്ലാം എല്ലാം ഞങ്ങളുടെ തെറ്റാ. അമിത സ്നേഹം ചിലപ്പം അച്ഛനമ്മമാരെ എന്തും ചെയ്യാൻ പ്രേരിപ്പിക്കും. നിങ്ങൾ രണ്ടും അവിടെ ഇവിടെയും തൊടാതെ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും മനസ്സിലാകില്ല. സ്മൃതി, എന്താ കൊക്കുവിന് പറ്റിയത്? അത് ഏട്ടാ, പറ മോളെ, നീ എങ്കിലും ഒന്ന് പറ. കുക്കുവിന് അന്ന് എന്തോ വയ്യായിക ഉണ്ടെന്ന് പറഞ്ഞില്ലേ സിദ്ധാർത്ഥിന്റെ വീട്ടുകാരെ വിവാഹത്തിൽ നിന്ന് പിന്മാറിയത്? അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഉണ്ട്. എന്താ കുക്കുമോളുടെ അസുഖം? ഞങ്ങൾക്ക് അറിയണം. അവള് നിന്റെ മോള് മാത്രമല്ല, എന്റെ മോന്റെ ഭാര്യ കൂടിയാ, ഞങ്ങളുടെ മരുമകളാ. ഞങ്ങൾക്ക് അറിയണം അവളെ കുറിച്ച് എല്ലാം. ഞാനെല്ലാം പറയാൻ ജീവ, നിങ്ങളും എല്ലാം അറിയണം. ഇനി സ്മൃതി മോളെ, നീ പോയി കുക്കുവിന്റെ റൂമിന്റെ വാതിൽ പുറത്ത് നിന്ന് പൂട്ടിയിട്ട് വാ. അവളൊന്നും കേൾക്കണ്ട. ശരി അച്ഛാ. പറ അച്ഛാ, എന്താ കുക്കുവിന് സംഭവിച്ചത്? 2-3 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. കുക്കു +2 പാസ്സായി കഴിഞ്ഞ് അവള് ഞങ്ങളോടൊരു ആഗ്രഹം പറഞ്ഞു, ഫാഷൻ ഡിസൈനിങ് പഠിക്കണമെന്ന്. അതും ബാംഗ്ലൂരിൽ പോയി. ആദ്യമൊന്നും ഞാനും നിമ്മി ഇതിനെ സമ്മതിച്ചില്ല. ഇത്രയും ദൂരത്തേക്ക് മോളെ ഒറ്റയ്ക്ക് അയക്കുന്നെന്ന് ഓർത്തപ്പോൾ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. സ്മൃതി മോൾ അപ്പോൾ ഡിഗ്രിയോ മറ്റോ ചെയ്യുമായിരുന്നു. കുക്കുവിനെ ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് വിടില്ലാന്ന് കട്ടായം പറഞ്ഞതാ. പക്ഷേ പട്ടിണി കിടന്നും വഴക്ക് കൂടിയും അവൾ ഞങ്ങളെ കൊണ്ട് ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോകുന്ന കാര്യം സമ്മതിപ്പിച്ചെടുത്തു. അങ്ങനെ ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിനടുത്തുള്ള ഒരു പ്രൈവറ്റ് കോളേജിൽ കുക്കുവിന് അഡ്മിഷൻ ശരിയായി. ആഴ്ചയിൽ വീട്ടിൽ വരും. ഹോസ്റ്റലിലായിരുന്നു സ്റ്റേ എല്ലാം. ഒരു 6 മാസം വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു. ബാംഗ്ലൂരിലുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു ഫോൺ വന്നത്. കുക്കുവിനെ വയ്യാതെ ഹോസ്പിറ്റലിലാണ്, കുറച്ച് ക്രിട്ടിക്കൽ ആണെന്ന് മാത്രമേ ഫോൺ വിളിച്ച ആൾ പറഞ്ഞോളൂ. കേട്ട പാതി കേൾക്കാത്ത പാതി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ICUവിൽ ബോധമില്ലാതെ ദേഹം മുഴുവൻ മുറിവുകളുമായി വിറങ്ങലിച്ച് കിടക്കുമായിരുന്നു ഞങ്ങളുടെ മോള്. ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ അതെന്തോ അടിപിടിയിലോ മറ്റുണ്ടായ മുറിവുകളാണെന്നും മോളെ ആരൊക്കെ ചേർന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞു. തലയ്ക്ക് പിന്നിൽ കട്ടിയുള്ള എന്തോ വെച്ച് ആരോ അടിച്ചിട്ടുള്ളത് കൊണ്ട് രക്തം കട്ട പിടിച്ചിരുന്നു. ആകെ തകർന്നു പോയിരുന്നു ഞങ്ങള്. അത്രയ്ക്ക് സീരിയസ് ആയിരുന്നു മോളുടെ കണ്ടീഷൻ. പിന്നീട് എന്താ ഉണ്ടായേ? കുക്കുവിനെ ആരാ ഉപദ്രവിച്ചത്? അതിനെ കുറിച്ച് അറിയില്ല അച്ഛാ. ആരാ കുക്കുവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്നോ ഞങ്ങളെ വിളിച്ചതെന്നോ ഒന്നും അറിയില്ല. പക്ഷെ അതാരായാലും അയാൾ കാരണം കുക്കു ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്. ഡോക്ടർ പറഞ്ഞത് 1/2 മണിക്കൂർ കൂടി താമസിച്ചിരുന്നെങ്കിൽ കുക്കു. പിന്നീട് 3 ദിവസം കഴിഞ്ഞ് മോള് കണ്ണു തുറക്കുന്നത്. പക്ഷെ ഒന്നും മിണ്ടാനോ അനങ്ങാനോ കഴിയാത്ത വിധം കുക്കു തളർന്നു പോയിരുന്നു. കുക്കു കോമയിലേക്ക് പോയെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ സീമ, ഞങ്ങൾ 3 മാനസികമായി ശാരീരികമായും തളർന്നു പോയി. കുക്കുവിന്റെ കിടപ്പ് കാണാൻ വയ്യാത്തത് കൊണ്ട് ചത്താലോന്ന് വരെ ഞങ്ങൾ ഓർത്തതാ. ഏയ് നിമ്മി, എടി കരയാതെ. കോമ സ്റ്റേജിൽ പോയതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു റിക്കവറി അത് എളുപ്പമായിരുന്നില്ല. എങ്കിലും പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരുന്നു, നേർച്ചയും പ്രാർത്ഥനയുമായി. 6 മാസം കഴിഞ്ഞപ്പോൾ കുക്കുവിന്റെ കൈ ഒന്ന് അനങ്ങി. അവിടുത്തെ ഡോക്ടർമാരുടെ പരിശ്രമം കൊണ്ടും ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടും കുക്കു കോമയിൽ നിന്ന് പുറത്തു വന്നു. നടക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നോർത്ത് സമാധാനിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരിക്കൽ അവൾ സ്മൃതിയോട് ചോദിച്ചത് അവളുടെ +2 റിസൾട്ട് വന്നോ എന്ന്. ഒരു ഞെട്ടലായിരുന്നു ഞങ്ങൾക്കത്. കുക്കു ഒന്ന് ഓക്കെ ആയി നടന്നൊക്കെ ചോദിക്കാന്ന് കരുതിയിരിക്കുമ്പോഴാണ് അവളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ചോദ്യം വന്നത്. ഡോക്ടറിനെ കാര്യം അറിയിച്ചപ്പം MRI ഉൾപ്പെടെ എന്തൊക്കെയോ ടെസ്റ്റ് അവർക്ക് നടത്തി. അപ്പോഴാണ് ഡോക്ടർ കുക്കുവിന് ഇൻസ്റ്റന്റ് മെമ്മറി ലോസ് ആണെന്ന് പറയുന്നത്. ഇൻസ്റ്റന്റ് ആയിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ മറന്നുപോകുന്ന ഒരു തരം അവസ്ഥ. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ ജീവിതത്തെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും അവൾ മറന്നുപോയിരുന്നു. മറ്റോർമ്മകൾ കൂടി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഡോക്ടർ തന്ന മെഡിസിൻസ് ആണ് കുക്കു ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത്. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന തലവേദനയുടെ കാരണവും അത് തന്നെ. അപ്പോ നിങ്ങൾ പറഞ്ഞു വരുന്നത് കുക്കുവിന് അവളുടെ ബാംഗ്ലൂർ ലൈഫിനെ കുറിച്ച് ഒന്നും ഓർമ്മയില്ലെന്നാണോ? അതെ മോനെ, അവൾക്ക് അതൊന്നും ഓർമ്മയില്ല. ഡിഗ്രി മുതലുള്ള കാര്യങ്ങളും +2 വരെയുള്ള കാര്യങ്ങളും ഓർമ്മയിലുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ നടന്ന ആ ബാംഗ്ലൂർ ജീവിതം അതവൾക്ക് അറിയില്ല. തലയ്ക്ക് പിന്നിലേറ്റ അടിയാണ് ഓർമ്മ നഷ്ടപ്പെടാൻ കാരണം. കുക്കുവിന് ചെറിയൊരു ആക്സിഡന്റ് നടന്ന് അവള് ഹോസ്പിറ്റലിലാണെന്നാണ് ഞങ്ങൾ അന്ന് അവളോടും മറ്റുള്ളവരോടും പറഞ്ഞത്. അവള് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആയി വരാൻ ഒരുപാട് സമയമെടുത്തു. കൂടാതെ ഡിപ്രഷൻ സ്റ്റേജിലും അവളെ തേടി എത്തിയിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് പാടുപെട്ട അവളെ ഇന്ന് ഈ കാണുന്ന അവസ്ഥയിൽ ഞങ്ങൾ എത്തിച്ചത്. കുക്കുവിന്റെ ട്രീറ്റ്മെന്റ് നടത്തിയത് ബാംഗ്ലൂരിൽ തന്നെയായിരുന്നു. സ്മൃതിമോളെ ഞങ്ങൾ ഹരിയുടെ വീട്ടിൽ നിർത്തേക്കുമായിരുന്നു. 1 വർഷം ബാക്കൗട്ട് ആയി പോയതുകൊണ്ട് തന്നെ അവിടെ നിന്നാണ് അവള് കോഴ്സ് കംപ്ലീറ്റ് ആക്കിയത്. അപ്പോ അവർക്കൊക്കെ അറിയാവോ കുക്കുവിന്റെ കാര്യം? ഇല്ല, എനിക്ക് ബാംഗ്ലൂർ ട്രാൻസ്ഫർ ആയെന്നും പറഞ്ഞ ഞങ്ങൾ അവിടെ നിന്നത്. കുക്കുവിന്റെ ഹോസ്പിറ്റൽ ചെലവിന് വേണ്ടിയാ ഞാനന്ന് നിന്നോട് പൈസ കടം വാങ്ങിയത്. ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോടാ നിങ്ങൾക്ക് എന്നോട്? ഇത്രയൊക്കെ തീ തിന്നിട്ട് ഒന്ന് വിളിച്ചു പറയാൻ തോന്നിയില്ലല്ലോ നിങ്ങൾക്ക്? കൊണ്ടുപോകാമായിരുന്നില്ലേ നമുക്ക് അവളെ? നല്ല ചികിത്സ കിട്ടുന്ന എവിടെ വേണേലും. ആകെ തളർന്നു നിൽക്കുന്ന എനിക്ക് അതിനൊന്നുള്ള ഒരു കെൽപ്പ് ഇല്ലായിരുന്നു ജീവ. അതാ ഞാൻ എന്റെ മോളെ. കുക്കുവിനോട് നിങ്ങൾ എന്താ ഈ കാര്യങ്ങളൊന്നും പറയാതിരുന്നത്?
കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുകയോ പറയുകയോ ചെയ്താൽ അത് കുക്കുവിന്റെ ജീവനെ വരെ തെറ്റായി ബാധിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അവളോട് ഇതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത്. അപ്പോ കുക്കുവിന് ഈ അവസ്ഥ വന്ന കാരണം മനസ്സിലായി, വന്ന വഴിയും മനസ്സിലായി. അമിതമായ മരുന്നുകളുടെ ഉപയോഗം മൂലമാണ് കുക്കുവിന് ഇത്രയും ചെറുപ്പത്തിലെ ഇങ്ങനെ ഒരു ക്രിട്ടിക് സിറ്റുവേഷൻ ഉണ്ടായത്. മോനെ ഡാ, നിരഞ്ജന ഈ കാര്യം അറിയിക്കണ്ടേ? ഏയ് വേണ്ടച്ചാ, തൽക്കാലം അവനൊന്നും അറിയണ്ട. നമ്മൾ അവനോട് ഈ കാര്യം പറഞ്ഞാൽ കുക്കു ഒരു പക്ഷെ ട്രീറ്റ്മെന്റിൽ പോലും സമ്മതിച്ചെന്ന് വരില്ല. പിന്നെ അവളുടെ മാനസികാവസ്ഥയിൽ അവൾ എന്തെങ്കിലും ചെയ്തു പോയാ, അതുകൊണ്ട് ഇപ്പൊ അവനൊന്നും അറിയണ്ട. കുക്കുവിന്റെ ഡയാലിസിസും തുടർന്നുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളെ കുറിച്ചും നമുക്കൊന്ന് ആലോചിക്കണം. ഇനി വൈകിക്കാൻ നമുക്ക് സമയമില്ല. നീ പറഞ്ഞത് ശരിയാ, നമുക്ക് നാളെ തന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. മോനെ, ഞങ്ങളുടെ മോള് അവക്കൊന്നും വരില്ല. അവളുടെ ചേട്ടനും ചേച്ചി നമ്മൾ എല്ലാരും ഇവിടെ പന പോലെ നിൽക്കുമ്പോ അവക്കൊന്നും വരാൻ നമ്മൾ സമ്മതിക്കില്ല. അല്ലേ സ്മൃതി? നേരെ ഒരുപാടായി, നിങ്ങൾ വാ ഭക്ഷണം കഴിക്കാം. എനിക്കൊന്നും തൊണ്ടേ നിന്ന് ഇറങ്ങില്ല സീമ. അമ്മ, ഈ സമയത്ത് കരഞ്ഞു കൂവിയിരിക്കല്ല വേണ്ടത്. കുക്കു അവളുടെ ജീവന് വേണ്ടിയാ നമ്മൾ എല്ലാരും ഇറങ്ങിത്തിരിക്കാൻ പോകേണ്ടത്. വേണ്ടവോളം ധൈര്യം ഉണ്ടാക്കേണ്ട സമയം. അവൾക്ക് വേണ്ടെങ്കിലും അമ്മ അല്പം ധൈര്യം കാണിക്ക്. നീ പറഞ്ഞത് ശരിയാ. എന്റെ മോളുടെ ജീവനും ജീവിതവും രക്ഷിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. എല്ലാരും എല്ലാം അറിഞ്ഞു ചേച്ചി. വേണ്ടിയിരുന്നില്ല, ആരും ഒന്നും അറിയേണ്ടിയിരുന്നില്ല. ഇനി അവരുടെയൊക്കെ വേദന ഞാൻ കാണേണ്ടി വരും. ആരും ഒന്നും അറിഞ്ഞില്ലായിരുന്നേലും ഒന്നും അറിയാതെ അങ്ങ് തീർന്നേനെ എന്റെ ഈ ജന്മം. ഇതിപ്പോ എനിക്ക് പറ്റുന്നില്ല. ജന്മം തന്നവരെ എല്ലാരെയും വേദനിപ്പിച്ചിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മധുരേച്ചി. ഭാവി കരയില്ലടാ, ചീത്തിയുടെ ചങ്ക് പൊട്ടുവാടാ. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലടാ. ഒരു വിധത്തില് നിന്റെ ഈ അവസ്ഥക്ക് കാരണക്കാരി ഞാനല്ലേ. അതോർക്കുമ്പോഴെന്റെ ചങ്ക് പൊട്ടിപ്പോവാ. അന്ന് ഞാൻ നിന്നെയും കൂട്ടി പോന്നില്ലായിരുന്നെങ്കിൽ നീയെങ്കിലും രക്ഷപ്പെട്ടതാണ്. എല്ലാം എന്റെ തെറ്റ്. അച്ഛനും അമ്മയും ചേച്ചിയും ഏട്ടനും ഒക്കെ ഒരുപാട് വേദനിക്കുന്നുണ്ട്. കിച്ചേട്ടനെ ഇതറിഞ്ഞ അത് ഓർക്കുമ്പോഴേ എനിക്ക് പേടി. എനിക്കറിയാം മനസ്സ് അതിലിപ്പോ എന്താണെന്ന്. ചെയ്യാത്ത ഒരു തെറ്റിന്റെ പേരിൽ ഇപ്പൊ അയാള് നേരിപ്പോകുക. അതിന് കാരണം ഞാനല്ലേ. നിരഞ്ജനേട്ടന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അറിയാവുന്നത് കൊണ്ട് തന്നെ ഏട്ടനോടൊന്നും അറിയിക്കണ്ടെന്ന് ഞാൻ വാശി പിടിക്കുന്നത്. പക്ഷെ എന്നെങ്കിലും ഏട്ടനെ ഇതറിഞ്ഞ് വിട്ടുപോകരുതെന്ന് പറഞ്ഞ ഒരു നിമിഷം എന്നെ ചേർത്ത് പിടിച്ച് എനിക്ക് ജീവിക്കാൻ തോന്നിപ്പോയാലോ. കുക്കു, കുക്കുമോളെ വാതിൽ തുറന്നേ. ആ, എന്താ ചേച്ചി, നീ കരയുമായിരുന്നോ? ഏയ്, ഞാൻ വെറുതെയൊക്കെ പിന്നെ ഇരിക്കാം. ഇപ്പൊ നീ താഴേക്ക് വന്നേ, ഭക്ഷണം കഴിക്കാം. ചേച്ചിക്ക് ഇതെന്താ പറ്റിയ? കുക്കു, നീ എന്താ ആലോചിച്ച് നിൽക്കുക? വന്നേ, അമ്മ നല്ല മട്ടൻ സ്റ്റൂവും ചപ്പാത്തിയും ഉണ്ടാക്കിയിട്ടുണ്ട്. നിന്നെ കാത്ത് നിൽക്കുക എല്ലാരും. വാ വാ. ആഹാ, വന്നോ മാക്രി കുഞ്ഞ്? വന്നേ, വന്നിരുന്ന് കഴിച്ചേ. ഇതെന്താ ഇങ്ങനെ? ഇത്ര പെട്ടെന്ന് എവിടെ എന്ത് പറ്റി? കണ്ടു തള്ളണ്ട. നിന്റെ രോഗത്തിന്റെ കാര്യം ആലോചിച്ച് കരഞ്ഞു മൂങ്ങിയിരിക്കാൻ ഞങ്ങൾക്ക് വയ്യ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ വേണം. അതിനുള്ള വഴിയാ ഞങ്ങൾ നോക്കുന്നത്. എനിക്കൊന്നും മനസ്സിലായില്ല. ആവില്ല, നിനക്കൊന്നും മനസ്സിലാകില്ല. പറയുന്നൊന്നും നിന്റെ തലയിൽ കേറില്ലല്ലോ. നിനക്ക് നിന്റെ തോന്നിവാസമല്ലേ. നിമ്മി വേണ്ട, മോളിരുന്ന് കഴിക്കും. ദേ മോളെ, അമ്മ ഒരു കാര്യം പറഞ്ഞേക്കാം. നിനക്ക് ഞങ്ങളുടെ കൂടെ ജീവിച്ച് കൊതി തീർന്നെങ്കിൽ തീർന്നോട്ടെ. ഞങ്ങൾക്ക് നിന്റെ കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. അതുകൊണ്ട് നിന്നെ അങ്ങനെ വിധിക്ക് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. അതെ, നാളെ മോളുടെ ഡയാലിസിസ് ഞങ്ങൾ തുടങ്ങും. അമേരിക്കയിൽ നിന്ന് വെൽ ക്വാളിഫൈഡ് ആയ ഡോക്ടേഴ്സ് വരും ഞങ്ങളുടെ മോളെ നോക്കാൻ. സൂരജും ഉണ്ടാവും. ഒരു വിധിക്കും നിന്നെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. ഈ അസുഖത്തിന്റെ പേരിൽ ആരും മോളെ ഒരു സഹതാപത്തിന്റെ കണ്ണോടെ കാണില്ല. പോരെ? അച്ഛാ, ഞാൻ ഡയാലിസിസ് കഴിഞ്ഞ നല്ലൊരു ഡോണറെ കണ്ടെത്തി കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഞങ്ങൾ നടത്തും. ഇനി കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചോളാം. ചേച്ചി, പക്ഷെ ഒരു ചേച്ചിയില്ല. ഞങ്ങൾ പറഞ്ഞ കാര്യത്തിന് കുക്കു നിനക്ക് സമ്മതമല്ലെങ്കിൽ ഇനി നിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് അവനാ. ആര്? നിരഞ്ജൻ, നിന്റെ ഭർത്താവ്. കുക്കു, നീ ഞങ്ങളുമായി കോപ്പറേറ്റ് ചെയ്ത് പോയില്ലെങ്കിൽ ഞങ്ങളെല്ലാം നിരഞ്ജനെ അറിയിക്കും. അവന്റെ ഭാര്യയുടെ കാര്യം അവൻ നോക്കിക്കോട്ടെ, ഞങ്ങൾ ഇടപെടുന്നില്ല. ഓഹോ, എല്ലാരും കൂടി ലോക്കാക്കിയല്ലേ? എക്സാക്ട്ലി. ഡിസിഷൻ ഈസ് യോഴ്സ്. നീ ഇനിയും സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങളെല്ലാം നിരഞ്ജനെ അറിയിക്കും. ഓക്കെ, അങ്ങേരൊന്നും അറിയണ്ട. അല്ലേ തന്നെ ആവശ്യത്തിനേറെ ഞാൻ വിഷമിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഞാൻ ജീവിക്കണമെന്ന് എന്താ നിങ്ങൾക്ക് ഇത്ര ആഗ്രഹം? എന്റെ കൂടെ ജീവിക്കേണ്ട ആളിന് ഞാനൊരു അധികപ്പറ്റ. ഇപ്പോഴും
ജീവിതത്തിലേക്ക് തിരികെ വന്നിട്ട് എനിക്ക് വീണ്ടും ജീവിക്കേണ്ടി വരുന്നത് അയാളുടെ ഒപ്പമല്ലേ, എന്നെ ഇഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെ. സർജറി കഴിഞ്ഞ് നീ റിക്കവർ ആയ ഞങ്ങൾ എല്ലാവരും കൂടി നരജനോട് ഇതിനെ കുറിച്ച് സംസാരിക്കും. നരജന് നിന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആരും നിന്നെ അവനുമായി ഈ ബന്ധം തുടരാൻ പ്രഷർ ചെയ്യില്ല. നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ഒരു വഴി തിരഞ്ഞെടുക്കാം. എല്ലാരും കൂടി എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടുണ്ട്, അതാണ് ഇത്രയ്ക്ക് ബോൾഡായിട്ട് സംസാരിക്കുന്നത്. അപ്പോ കൃതിക നരഞ്ജന് ഈ ഡീൽ ഓക്കെ ആണോ? സമ്മതം. അതെനിക്ക് ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ല, നരഞ്ജനേട്ടൻ ഒന്നും അറിയരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എനിക്ക് ഫുഡ് മതി, ഞാൻ കിടക്കാൻ പോവാ. ഈശ്വര, എന്തൊക്കെ വേഷം കെട്ടണം ഞങ്ങളിനി. നിമ്മി, നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അവക്ക് വേണ്ടി തന്നെയാ. നീ കരയാതിരിക്ക. നമ്മൾ തളർന്നു പോയാൽ അവളും തളരും. അത് പറ്റില്ല. നമുക്ക് വേണം അവളെ. നമ്മൾ അവളെ ആർക്കും വിട്ടുകൊടുക്കില്ല. അതെ അമ്മ, അവളുടെ മുന്നിൽ നമ്മൾ കരയാൻ പാടില്ല. അത് കാണുമ്പോൾ അവള് വീക്കാവും. അതുണ്ടാവരുത്. അമ്മ, നിങ്ങൾ ആരെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചോ? എന്താടോ? ഇത്രയും വലിയ കാര്യം ഇവിടെ നടന്നിട്ട് കുക്കു അവളുടെ രോഗത്തിന്റെ കാര്യം നരഞ്ജൻ അറിയരുതെന്ന് വാശി പിടിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി അവരെ ട്രീറ്റ്മെന്റിന് സമ്മതിച്ചത് എന്തിനാകും? അതെന്തിനാ മോളെ? ദാറ്റ് മീൻസ് ഷീ ഈസ് ഇൻ ലവ് വിത്ത് ഹിം. എന്താ പറഞ്ഞേ? നരജനോട് അവൾക്ക് ഇഷ്ടമുണ്ടെന്ന്, അവൾക്ക് അവനെ ജീവനാണെന്ന്. നരജനെല്ലാം അറിഞ്ഞ അവളോടുള്ള ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുമെന്ന് അവൾക്കറിയാം. അവളുടെ സ്വഭാവത്തിന് സഹതാപത്തിൽ നിന്നുള്ള സ്നേഹം അവൾക്കത് ഇഷ്ടമാകില്ല. അതും നരജനിൽ നിന്ന് അത് അവൾ ആഗ്രഹിക്കുന്നില്ല. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാ കുക്കു നമ്മളോട് ഈ വാശി കാട്ടുന്നത്. അടിയറവ് സമ്മതിച്ചത്. വയ്യ എനിക്ക് നിങ്ങളെല്ലാം അറിയിച്ചിട്ട് ഒരു സഹതാപം കൊണ്ടുള്ള നോട്ടം പോലും എനിക്ക് വേണ്ട. നിങ്ങളൊന്നും അറിയണ്ട. എല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾ അറിഞ്ഞാൽ മതി. ചേച്ചിയുടെ ഡയറി എവിടെ? കിട്ടി. കുരുമുളക് സ്പ്രേയിൽ നിൽക്കുമല്ലേ. ഇനി ബാക്കി വായിക്കാം. ഇന്നത്തെ കുരുമുളക് സ്പ്രേ എന്റെ വകയാണെന്നും സ്നേഹത്തിന്റെ പനിനീർ പൂവിന് ഇത്രയും ഗന്ധം ഉണ്ടെന്ന് അറിയാവുന്നത് കൊണ്ടും വിക്രമാദിത്യന്റെ വേതാളം എനിക്കിട്ട് പണി തരും എന്ന കാര്യം ഉറപ്പാ. ഇപ്രാവശ്യം ഭാര്യയാക്കി, അടുത്ത വട്ടം അങ്ങേന്റെ കൊച്ചിന്റെ അമ്മയാക്കാതിരുന്ന ഭാഗ്യം. ഡാളിയ, ഈ സസ്പെൻഷൻ കഴിക്കുന്നത് വരെ എന്ത് ചെയ്യോടാ? നാട്ടിൽ പോയാലോ? എനിക്ക് മടുത്തു. ഞാനെങ്ങും ഇല്ല. ഏട്ടനും അമ്മയൊക്കെ അവിടെ ഇല്ലല്ലോ, പിന്നെ പോയിട്ടെന്താ കാര്യം? പക്ഷേ നിന്റെ ആ പഴയ ചുറ്റിക്കളി ഡാ, അല്ല കളിക്കൂട്ടുകാരിയോ അവളുടെ ഫാമിലിയോ മറ്റോ അവിടെ ഇല്ലേ? ഒന്ന് പോയി കണ്ടിട്ട് വരാടാ. ഓ പിന്നെ 4-5 കൊല്ലായി ഞാൻ അവളെ കണ്ടിട്ട്. എൻട്രൻസ് കഴിഞ്ഞ് ഇങ്ങ് വന്നതി പിന്നെ ഞാൻ അവളെ കണ്ടിട്ട് പോലുമില്ല. അവക്ക് എന്നെ ഓർമ്മ പോലും കാണില്ല. ഓർമ്മയില്ലെങ്കിൽ വേണ്ട, ഒന്ന് പോയി കാണാമല്ലോ, അതിന് കുഴപ്പമില്ലല്ലോ. കണ്ടിട്ട് കൊള്ളാമെങ്കിൽ ഞാൻ എടുത്തോളാം. എനിക്കങ്ങനെ വലിയ അഹങ്കാരമൊന്നുമില്ല. മോനെ കാട്ടുകോഴി, നീ അവിടേക്ക് ചിറക് വിരിച്ചിറങ്ങണ്ട കേട്ടോ. ഓഹോ, കളിക്കൂട്ടുകാരന് നൊന്തല്ലേ? പോടാ നാറി. എന്തായാലും നമ്മൾ നാട്ടിലോട്ട് പോകുന്നില്ല. നമുക്ക് സസ്പെൻഷൻ വാങ്ങി തന്ന ആ കുരിപ്പ് അവക്കിട്ട് പണി കൊടുക്കാതെ നരഞ്ജന എങ്ങോട്ടും ഇല്ല. എന്തുവാടാ കിടന്ന് അലർന്നത്? നമ്മുടെ ശബരീനെ നീതുവിനെ അവിടെ പിടിച്ചു വെച്ചേക്കുക. ആര്? അറിയില്ലടാ. ഞാനും അവനും അവളും കൂടി റെക്കോർഡ് സാറിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ട് വരുമായിരുന്നു. സാറ് 2 ആഴ്ച ലീവ് ആയതുകൊണ്ട് വീട്ടിൽ പോയാ സൈൻ ചെയ്യിപ്പിച്ചത്. തിരികെ വരുന്ന വഴി നീതുവിന്റെ വണ്ടി ടയർ പഞ്ചറായി. അവര് കപ്പിൾസ് അല്ലേ, ഞാൻ അവർക്ക് പ്രൈവസി ആയിക്കോട്ടെ എന്ന് കരുതി നീതുവിന്റെ വണ്ടി ശരിയാക്കാൻ കൊണ്ടുപോയി. അവര് രണ്ടും കൂടി റോഡിൽ നിന്ന് സംസാരിക്കുന്ന കണ്ട് ഏതോ നാട്ടുകാർ തന്നെയാണ് സദാചാര പോലീസ് അവന് വന്നു. നീതുവിന്റെ അവന്മാർ എന്തോ പറഞ്ഞപ്പോൾ ശബരി കയറി 2 പൊട്ടിച്ചു അവർക്കിട്ട്. അതിനിപ്പോ അവര് പിടിച്ചു വെച്ചേക്കുക. വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാലേ വിടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഡാമനോ, നീ പറഞ്ഞില്ലേ ഇങ്ങനെ ഇരുന്ന് മടുത്തുന്ന്. വാ നമുക്ക് പോയെന്ന് നടുവ് നിവർത്തി ഒരു ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ നടത്തിയേച്ചും വരാം. പിന്നല്ല, നമുക്കിന്നൊന്ന് അറുമാദിക്കണം. വാടാ. എന്റെ പൊന്നു ചേട്ടാ, ഞങ്ങള് മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്. സാറിനെ കണ്ടിട്ട് വരുന്ന വഴിയാണ്. സാറൊക്കെ ഇപ്പൊ കോളേജിലല്ലാതെ പുറത്താണ് ഓടി പഠിപ്പിക്കുന്നത്. ഇതൊക്കെ എന്തോ ഉടായ്പ കേസാണ്. ഉടായ്പ തന്റെ തന്ത ആയിരിക്കോടോ. നീ ഏതാടാ? ഞാനോ? ഞാൻ നിന്റെ അപ്പൻ മുത്തുപ്പട്ടര്. അങ്ങോട്ട് മാറി നിൽക്കടോ പുല്ലേ. ശബരി, എന്താടാ പ്രശ്നം? ഞങ്ങൾ ഇവിടെ ഒന്ന് സംസാരിക്കുമായിരുന്നു. അത് കണ്ടുകൊണ്ട് വന്ന ഉടനെ ഇവന്മാർ ക്രോസ് വിസ്താരം അങ്ങ് തുടങ്ങി. നീതുവിനോട് മോശയോട് സംസാരിച്ചു. ഒരു രാത്രിക്ക് മുകളിലെ റേറ്റ് എന്താന്നൊക്കെ ചോദിച്ചു. അപ്പോ പൊട്ടിച്ചു ഞാൻ 2 എണ്ണം. അപ്പൊ മുതൽ പിടിച്ചു വെച്ചേക്കുക ഞങ്ങളെ. ശബരിയെ, അത് മോശമായി പോയി അല്ലടാ മനു. 2 എണ്ണം പൊട്ടിച്ചത് അത് തീരെ മോശമായി പോയി. പിന്നെ വളരെ വളരെ മോശമായി പോയി. ഒന്നുമില്ലേലും ഈ മുതുക്കന്മാരുടെ പ്രായം നോക്കണ്ടടാ ശബരി. നീയൊക്കെ ഏതാടാ? അതൊക്കെ പറയാം മാമ, ഒന്ന് അടങ്ങി നിക്ക്. ഡാ മനു, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണ്ടേ? പിന്നല്ലാതെ ഉണ്ടാക്കാതിരിക്കാൻ പറ്റുവാണോ നരഞ്ജ? നമ്മുടെ ശബരിക്ക് ഇവരെ ഒന്നും ഡീൽ ചെയ്യാൻ അത്രയ്ക്ക് അങ്ങോട്ട് പരിചയമില്ലാത്തത് കൊണ്ടല്ലേ ഈ കൊട്ടേഷൻ നമുക്കങ്ങ് ഏറ്റെടുക്കാം. നീ ശബരിക്കൊന്ന് കാണിച്ചു കൊടുത്തേ എങ്ങനെയാണ് ഇതുപോലുള്ള മുതുക്കന്മാരെ ഡീൽ ചെയ്യുന്നതെന്ന്. അപ്പോ തുടങ്ങാല്ലേ?
അടിയോ? ഇത് പൊട്ടനല്ലേ? ആഹാ, ചട്ടനുണ്ടല്ലോ. ഇനി എന്താണാവോ എന്തോ പുതിയ പ്രശ്നം. അപ്പൊ മോനെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സോറി, സദാചാര മ്യാമ, ഈ മരുമകൻ ഇപ്പൊ തന്ന ഈ അടി എന്തിനാണെന്ന് മനസ്സിലായല്ലോ. ഇനി മേലില് നിന്റെയൊക്കെ പിഴച്ച നോട്ടമോ നാക്കോ ഒരു പെണ്ണിന്റെയോ ആണിന്റെയോ മേലില് വീഴാൻ പാടില്ല, കേട്ടല്ലോ. ആണും പെണ്ണും ഒന്നിച്ചിരുന്നാലോ നടന്നാലോ സംസാരിച്ചാലോ മുകളിൽ കിടക്കുന്ന ആകാശം താഴോട്ട് പൊട്ടി വീഴാനൊന്നും പോകുന്നില്ലല്ലോ. പിന്നെ ഒരു കാര്യം, പരസ്പരം സ്നേഹിക്കുന്നവർക്ക് ഒന്നിച്ച് ജീവിക്കാനും ഇഷ്ടമെങ്കിൽ പൂർണ്ണ മനസ്സോടെ ശരീരവും മനസ്സും പങ്കിടാനുള്ള റൈറ്റ് ഇന്ത്യൻ നീതിന്യായ കോടതി പതിച്ചു തന്നിട്ടുണ്ട്. അത് നീയല്ല നിന്റെയൊക്കെ അപ്പം എന്ന് പറഞ്ഞാലും മാറാൻ പോകുന്നില്ല. നിന്നെ പോലുള്ള ഊച്ചാളികൾ ഉണ്ടാക്കി വെച്ച സദാചാര ധർമ്മവും കൊണ്ട് ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് ചെന്ന പണി കിട്ടും, അല്ലേടാ മനു? പിന്നെ എപ്പോ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി, യൂത്ത് കയറി അങ്ങ് മാന്തും. പിന്നെ പൊഹ കളയാൻ കുഴല് പോലും മിച്ചം കാണില്ല. നിന്നെ പോലുള്ള നാറുകൾക്ക് ഒരു വിചാരമുണ്ട്, പെൺകുട്ടികളോ ആൺകുട്ടികളോ ഒപ്പം വരുന്ന അവൾ അങ്ങ് പിഴച്ചു പോയെന്ന്. പെണ്ണിന്റെ മുട്ടിന്റെ ഇടയിലും മാറിന്റെയും കണക്കെടുക്കുന്ന നിനക്കൊക്കെ ഒരു വിചാരമുണ്ട്, ആണിന്റെ മുഖത്ത് നോക്കാത്ത കുലീനവതിയായ പെൺകുട്ടികളാണ് ഏറ്റവും നല്ലതെന്ന്. പെണ്ണിനോ ആണിനോ തെരഞ്ഞു പിടിച്ച് നല്ലത് നോക്കിയെടുക്കാനേ ഇത് പാളയ മാർക്കറ്റൊന്നും അല്ല, സമൂഹമാണ്, ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ അവനവന്റെ അവകാശങ്ങൾ ചോദിച്ചും പറഞ്ഞും വാങ്ങിക്കൊടുക്കാൻ ആർക്കും അധികാരമുണ്ട്. പക്ഷെ എന്നും വെച്ച് മറ്റുള്ളവരുടെ ദേഹത്ത് കുതിര കയറാൻ ചെന്ന ഇപ്പോ ഒരടിയിൽ നിന്നും ഇനി ഈ ഞരമ്പ് സ്വഭാവം പുറത്തെടുത്ത ചെത്തി കണ്ടിച്ച് പട്ടിക്കിട്ടു കൊടുക്കും ഞാൻ നിന്റെയൊക്കെ ഈ പിഴച്ച നാവ്. വാടാ നീതു, നീ ശബരിയുടെ കൂടെ തന്നെ പോയാ മതി. ഇവന്മാരെന്താ പറയുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. ആ നരജ, ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോ ഇയാൾക്ക് ബ്രേക്ക് ടൈമില് ഗുഡ് നൈസ് ഉണ്ടായിരുന്നു. എന്തായാലും നൈസ്. ഇതവളല്ലേ ആ സസ്പെൻഷൻ റാണി? ഓഹോ, ഇങ്ങോട്ടത്തേക്കാണല്ലോ വരവ്. ഹലോ, എന്താണ് മോളെ അഡ്ജസ്റ്റ്മെന്റ് ഭാര്യ? അഡ്ജസ്റ്റ്മെന്റ് ഭാര്യ എന്റെ മറ്റവള്. സോറി, ആ പോസ്റ്റ് ഇപ്പൊ കാലിയ. ഒരു ആപ്ലിക്കേഷൻ തരുന്നോ? ഞാനൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അതിലും ഭേദം ഞാൻ വല്ല തീവണ്ടിക്കും തലവെക്കുന്നത്. ആഹാ, എങ്കിൽ പിന്നെ വേഗം ആയിക്കോട്ടെ. അതൊക്കെ പോട്ടെ, നീ എന്താ ഇവിടെ? ഞാനോ, കുറച്ച് നല്ല ഇനം കുരുമുളക് തൈകൾ കിട്ടുമെന്ന് അറിഞ്ഞു, അത് വാങ്ങാൻ വന്നത്. എന്റെ മരംകുത്തി മോറിന് വേണോ? മരംകുത്തി നിന്റെ ഡാ മതി നിർത്ത്, നീ ചോദിച്ചു വാങ്ങിയതാ. എടി നിന്നെ ഞാൻ എടുത്തോളാം. 67 കിലോയൊക്കെ താൻ താങ്ങോ? എന്താ? ഒന്ന് പോടാർക്ക. ചെറുക്കനോ? പിന്നെ 10-24 വയസ്സുള്ള നിന്നെ പിന്നെ ഇനി മുതുക്കാന്ന് വിളിക്കണോ അവള്? വാടാ ഉളെ, വായി നോക്കി നിൽക്കാതെ. ഇത്രയ്ക്ക് വിവരം ബോധമുള്ള നരജനേട്ടൻ എന്തുകൊണ്ട് എന്നോട് എന്താ അങ്ങനെ പെരുമാറിയത്? ഇത്രയും ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആള് എന്റെ കാര്യം വന്നപ്പോ എന്തിനാ ഇത്ര റൂഡായത്? എന്തോ ഉണ്ട്, അത് കണ്ടുപിടിക്കണം. കുക്കു, കുക്കുമോനെ. അയ്യോ ചേച്ചി, ഡയറി കാണണ്ട. എന്താ ചേച്ചി? നെരോബേട്ടൻ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് പോയി. അപ്പോ ഞാൻ ഓർത്തു ഇന്ന് നിന്റെ കൂടെ കിടക്കാന്ന്. ആണോ? എങ്കിലും വാ, കൊറേ ആയില്ലേ നമ്മൾ ഒന്നിച്ച് കിടന്നിട്ട്. അതെ, വാ. ചേച്ചി എന്താ മോളെ? ഞാൻ എന്റെ ചേച്ചീനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഞാനും ആ കളിയും ചിരിയും കുസൃതിയൊക്കെ ഉള്ള എന്റെ പഴയ കുക്കുവിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നമുക്കിനി ആ പഴയ ചേച്ചി അനിയത്തിയാവും പറ്റുമോ ചേച്ചി? പറ്റും മോളെ, നീ തിരിച്ചു വരും ആ പഴയ കുക്കുമായിട്ട്, ഈ ചേച്ചി അമ്മയുടെ മോനായിട്ട്. പിന്നെ നാളെ രാവിലെ നീ ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാകണം. നിരൂപേട്ടൻ നിന്നെ കൊണ്ടുപോയിക്കോളൂ. ആ ശരി ചേച്ചി. കുക്കു, നീ ഉറങ്ങിയോ? ആ, ഉറങ്ങിയെന്ന് തോന്നുന്നു. കിടക്കട്ടെ. ഈശ്വര, എന്തൊക്കെ എൻ്റെ മോളി സഹിക്കുന്നത്. ഇനി എന്തൊക്കെ പരീക്ഷണ ദൈവമേ ബാക്കിയുള്ളത്. കുക്കുവിനോട് രാഹുലിൻ്റെ കാര്യം പറയണോ? വേണ്ട, ഇനി ആ ടെൻഷൻ കൂടി വേണ്ട. പക്ഷെ നിരൂപേട്ടനോടെല്ലാം പറയണം. ഇനിയും പറയാതിരുന്ന ശരിയാവില്ല. ഹേട്ടൻ എന്നെ മനസ്സിലാക്കും. കുക്കു റെഡി ആയില്ലേ? ആ വരുന്നു ചേച്ചി. മതി ചേച്ചി, ഞാൻ പോയിട്ട് വരാട്ടോ. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ പോകാതിരുന്ന ശരിയാവില്ല. ധനജേട്ടനെല്ലാം അറിയും. അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാട്ടോ. വന്നിട്ട് ബാക്കി വായിക്കാവേ. ഏട്ടാ പോകാം. പോകാം. സ്മൃതി വാടോ, ഞാൻ കോളേജിൽ വിടാം. ശരി ഏട്ടാ, ഇന്ന് ഉച്ചവരെ എനിക്ക് ക്ലാസ് ഉള്ളൂ. നിങ്ങൾ നേരത്തെ ഇറങ്ങുവാണെങ്കിൽ എന്നെ വിളിക്കണേ, ഒന്നിച്ചു പോരാം. ആ, നേരത്തെ ഇറങ്ങുവാണെങ്കിൽ വിളിക്കാടോ. നിരഞ്ജൻ, എന്താ ഏട്ടത്തി ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നത്? എന്നെ കണ്ടിട്ടില്ലേ? ആ
അനിയൻകുട്ട, നീ എന്താ ഇപ്പോ? എന്റെ മീറ്റിംഗ് കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങ് പോന്നു. ഫ്ലൈറ്റ് കരിപ്പൂരിലായിരുന്നു ഇറങ്ങിയത്, അതുകൊണ്ട് ഒരു ടാക്സി പിടിച്ചു ഞാൻ ഇങ്ങ് പോന്നു. ആ, ആണല്ലേ. നീ നീ വാ. അല്ല, ഏട്ടത്തി എന്താ വിയർക്കുന്നത്? ഏയ് ഒന്നുമില്ല, ഞാൻ കിച്ചണിലായിരുന്നു, അതാ. ആണല്ലേ. നീ നീ എന്താ ഈ നോക്കുന്നേ? ആ, ഒന്നുമില്ല, ഞാൻ വെറുതെ. അല്ല, അമ്മയൊക്കെ എവിടെ? ആ, അമ്മയുടെ ഉണ്ട്. നീ പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ചായ എടുക്കാം. ആ ശരി ഏട്ടത്തി. കൊക്കുവിനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ആ, ചിലപ്പോ റൂമിൽ കാണും. ഈശ്വര, നേരത്തിൽ എത്ര വേഗം വരുമെന്ന് കരുതിയില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അമ്മേ, അമ്മേ. എന്താ മോളെ? അമ്മേ, നേരഞ്ചൻ വന്നിട്ടുണ്ട്. എപ്പോ? ഇപ്പൊ വന്നേ ഉള്ളൂ. കുക്കുവിനെ ചോദിച്ചോ അവൻ? ഇല്ല, പക്ഷെ നോക്കുന്നുണ്ടായിരുന്നു. ഞാനിപ്പോ അവനെ ഫ്രഷ് ആവാൻ പറഞ്ഞു വിട്ടു. മോള് വേഗം നിരൂപനെ വിളിച്ച് കാര്യം പറ. ഹലോ സ്മൃതി. ഏട്ടാ, നിങ്ങൾ തിരിച്ചോ? ആടോ, വന്നോണ്ടിരിക്കുക. കുക്കു ക്ഷീണം കാരണം കിടക്കുക. ഏട്ടാ, നേരഞ്ചൻ വന്നിട്ടുണ്ട്. എപ്പോ? ഇപ്പൊ വന്ന് കേറിയതേ ഉള്ളൂ. ഏട്ടാ, ഏട്ടനും കുക്കു ഒന്നിച്ച് വരുന്നതും അവളുടെ കോലം കണ്ട അവൻ എന്തെങ്കിലും സംശയം തോന്നിയാലോ? എനിക്കൊരു പേടി പോലെ. ഞാൻ കുക്കുവിനെ നിങ്ങളുടെ വീട്ടിലാക്കിയിട്ട് അങ്ങോട്ട് വരാം. കുക്കുവിനോട് കാര്യം പറഞ്ഞോളാം. കുക്കു ഇവിടെ ഒന്നും ഇല്ലല്ലോ. പക്ഷെ അവളുടെ മണമാണ് ഈ മുറി നിറയെ. ആ നിലവിളിയുണ്ട് എൻ്റെ കാതില്. എങ്ങനെ ദൈവമേ, ചെയ്തു പോയ പാപത്തിന് ഞാൻ പരിഹാരം ചെയ്യുക. അമ്മ, ഏട്ടനും കുക്കു ഒന്നും വന്നില്ലല്ലോ. ആ, കുക്കു വന്നു അനിയൻകുട്ട. അവള് വീട്ടിലേക്ക് പോയേക്കുക. നിരൂപേട്ടനിപ്പോ വരും. ആ ഏട്ടാ. ആ, നീ എപ്പോ വന്നടാ? കുറച്ചു നേരമായ ഏട്ടാ. ആ, ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം. എന്നാ പിന്നെ ഞാനൊന്ന് പോയി കുക്കുവിനെ കണ്ടിട്ട് വരാവേ. ആ, അതെന്തിനാ അനിയൻകുട്ട? അവളിന്ന് വരും. അവിടെ എന്തോ സാധനം എടുക്കാൻ പോയതാ. ഇപ്പൊ വരും, നീ ഇവിടെ ഇരിക്കേ. ആ, ആണോ? എങ്കില് ഞാൻ റൂമിലേക്ക് പോവാ. കുറച്ച് മെയിൽ അയക്കാനുണ്ട്. അവള് വരുമ്പോ ഞാൻ കണ്ടോളാം. ആ, ശരി. ഏട്ടാ, കുക്കു വീട്ടിലേക്ക് വിട്ടു. നരഞ്ജനെല്ലാം അറിഞ്ഞോന്ന് ചോദിച്ചായിരുന്നു അവള്. ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. ക്ഷീണം ഉണ്ടോ അവൾക്ക്? ഉണ്ട്. ഒന്ന് ഉറങ്ങാൻ ചാൻസ് ഉണ്ട്. നാളെ സൂരജ് ഹോസ്പിറ്റലിൽ ചാർജ് എടുക്കും. എന്നിട്ട് വേണം ബാക്കി നോക്കാൻ. താൻ വാ. സമയം കുറെ ആയല്ലോ. കുക്കു എന്താ ഇങ്ങ് വരാത്തത്? ഇനി ഞാൻ വന്നെന്ന് അറിഞ്ഞിട്ടാവോ ഇങ്ങോട്ട് വരാതിരിക്കുന്നത്? അതാകില്ല. ഒന്ന് കാണാഞ്ഞിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അങ്ങ് പോയി നോക്കിയാലോ? വേണ്ട, ഇനി ഇഷ്ടമായില്ലെങ്കിലോ? പോകാം. എന്റെ ഫോൺ അവിടെ. ഇത് കൊറിയയിൽ വെച്ച് എനിക്ക് കിട്ടിയ ആ മാലയല്ലേ? ഇതിവിടെ ഉണ്ടായിരുന്നോ? ഇതിനെ പറ്റി ഞാനങ്ങ് മറന്നിരിക്കുമായിരുന്നു. അന്നത് തുറക്കാനും പറ്റിയില്ല. ഇതിന്റെ ഉള്ളിൽ ഇത് എന്തുവാ? തുറക്കാനും വയ്യല്ലോ. ആ, തുറന്നു. ഇത് ഞാനും കുക്കു അല്ലേ? ഇതിപ്പോ കുക്കുവിന്റെ ലോകത്താണോ? അവക്ക് എന്നോട് ദേഷ്യമല്ലേ? അല്ല, ഇത് പിന്നെ ഇതെന്താ ഇങ്ങനെ? ആ, മോള് വന്നോ? ആ അമ്മ, മടുത്തു. ഒരു ചായ തരോ? കുക്കു അല്ലേ അത്? നിരഞ്ജനായിട്ട് ഈശ്വര, എനിക്ക് എന്തെങ്കിലും പറ്റുന്നത്? നിരഞ്ജനാട്ടിനെ കൺമുന്നിൽ കണ്ടപ്പം ഞാൻ എന്താ ഇത്രയ്ക്ക് ഹാപ്പി ആയത്? എനിക്ക് അവളെ കണ്ടിട്ട് എന്താ മതിയാകാത്ത പോലെ. ഇങ്ങനെയൊന്ന് ആദ്യമായിട്ടാണല്ലോ ഈശ്വര. കൊതിച്ചു നിന്നോ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ. എനിക്കെന്താ അവളോട് ഇങ്ങനെ? എനിക്കെന്താ പറ്റിയേ? ആഹാ, ഇതാര്? അമ്മാവനോ? ഡാ മനു, നീ ഉണ്ടോ? നെരുബേട്ടാ, എന്താണ്ട്? സുഖല്ലേ? ആടാ, സുഖം. നീ നാട്ടിൽ വന്ന വിവരമൊക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു. ഓ, തിരക്കായി പോയി നെരുബേട്ടാ. ആ, അപ്പച്ചി. എടാ കള്ള തിരുമാലി, സുഖമാണോടാ നിനക്ക്? സുഖം അപ്പച്ചി. എവിടെ ജീവനങ്ങള്? ആ, കുളിക്കുവാടാ. ആ, അതൊക്കെ പോട്ടെ. പുതിയ ചില ആളുകള് ഇവിടെ ഉണ്ടെന്ന് കേട്ടല്ലോ. ഏതൊക്കെയാ എന്റെ ഏട്ടത്തിമാര്? ഞാൻ കണ്ടില്ലല്ലോ രണ്ടുപേരെ. അതിന് നീ കല്യാണത്തിന് വരണം. ദേ, ഇതാണ് നിന്റെ മൂത്ത ഏട്ടത്തി സ്മൃതി. ഹായ് സ്മൃതി ഏട്ടത്തി, ഞാൻ മനു, ഡോക്ടർ മാനവ്. ഹായ് മനു. ഇവിടെ എല്ലാരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരാളെ പറ്റി. ഇപ്പഴാ നേരിൽ കാണുന്നത്. ആ, ഞാനൊരു അലമ്പനാണെന്നൊക്കെ ആയിരിക്കല്ലേ കേട്ടത്. എന്നെക്കാൾ വലിയ അലമ്പൻ ഇവിടെ ഉണ്ടല്ലോ. എവിടെ അവൻ? ഞാനിവിടെ ഉണ്ട്. ഓഹോ, ഇവിടെ ഉണ്ടായിരുന്നോ? എവിടെ എന്റെ അടുത്ത ഏട്ടത്തി? നിന്റെ ആളെവിടെ? ദേ, അതാ.
കരുത്തിക്കാനാണോ അപ്പൊ നേരത്തെ വിവാഹം കഴിച്ചത്? ഓ മൈ ഗോഡ്, മാധുരി, ഇതെങ്ങനെ? ചേട്ടായി